ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എങ്ങനെ സ്വൈപ്പബിൾ ഇമേജസുകൾ പോസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഈ സ്വൈപ്പബിൾ ഇമേജസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഇമേജസ്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. ഈ ഇമേജുകൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പനോരമിക് വ്യൂ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. അടിപൊളിയായിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയൊരു അറിവല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിച്ചേക്കുക. അറിയാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതിനായിട്ട് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പനോരമ ക്രോപ്പ് ഫോർ ഇൻസ്റ്റാഗ്രാം എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. സോ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ സ്വൈപ്പബിൾ പോസ്റ്റ്, ന്യൂ നോ ക്രോപ്പ് പോസ്റ്റ്, അതുപോലെ തന്നെ ന്യൂ ഗ്രിഡ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സ്വൈപ്പബിൾ പോസ്റ്റിനെ പറ്റി നോക്കാം. അതിനായിട്ട് ഇവിടെ കാണുന്ന ന്യൂ സ്വൈപ്പബിൾ പോസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോസുകൾ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ഇമേജാണോ നമുക്ക് ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഇമേജ് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത്. ഇവിടെ ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിൽ ക്രോപ്പ് ചെയ്യുക. ഒരു പനോരമിക് മോഡലാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 2 രീതിയിലൂടെ ഇമേജ് കട്ടാവുന്നതായിട്ട്. അതുപോലെ തന്നെ 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 രീതിയിൽ ഇമേജ് കട്ടാവും. അതായത് 3 സ്വൈപ്പ് നമ്മൾ ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 3 ഇമേജ് ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. 3 രീതിയിൽ സ്വൈപ്പ് ചെയ്യുന്ന ഓപ്ഷനാണ് ഈ ഒരു 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 രീതിയിൽ കട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇമേജ് ആയിട്ട് വേണോ അത്ര എണ്ണം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം 3 രീതിയിൽ കട്ടാവും. അതിനുശേഷം ടിക്ക് മാർക്ക് കൂടി കൊടുക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് പ്രിവ്യൂ വന്നിട്ടുണ്ട്. ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3, അതായത് 1, 2 ഈ 2 തവണ സ്വൈപ്പ് ചെയ്യുമ്പോൾ 3 ഇമേജ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിവ്യൂ എന്ന് പറയുന്നത്. ഈ കാണിച്ചിട്ടുള്ള ഈ പ്രിവ്യൂ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് ഇമേജ് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം നോർമലി നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഇവിടെ കാണുന്ന പ്ലസ് സിമ്പിൾ കൊടുക്കുക. അവിടെ താഴെയായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ഇമേജസുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓർഡർ അനുസരിച്ച് 1, 2, 3 ഈ 3 ഇമേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നോർമലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറക്റ്റായിട്ട് തന്നെ ഇമേജസുകൾ സെലക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് വേറെ ഇമേജസുകളായി പോയി ഇടയ്ക്ക്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ കട്ട് ചെയ്ത ഓർഡറിന് തന്നെ ഇമേജസുകൾ സെലക്ട് ചെയ്തിട്ട് നോർമലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമേജ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ഇമേജ് അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു പനോരമിക് മോഡിൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഇമേജ് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഗ്രിഡ് പോസ്റ്റ്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ഫോട്ടോ തന്നെ ഒരു 9 ഭാഗങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാൻ നേരത്തെ ആദ്യം നമ്മൾ കാണിച്ചു തന്ന ന്യൂ ഗ്രിഡ് പോസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ഇമേജ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓർഡറിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇമേജസുകൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യാം. അടിപൊളി ഒരു ട്രിക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻസും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്. പിന്നെന്താ, ഇതിലും നല്ലൊരു ടെക്നോളജി ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.